ദൈവത്തെ മനുഷ്യനിൽ നിന്ന് എപ്പോഴും അകറ്റി നിർത്തുന്നതിനുള്ള ഏറ്റവും വലിയ വൈദഗ്ധ്യത്തിൻ്റെ പേരാണ് സാത്താൻ എന്ന് പറയുന്നത്. ഇതാണ് ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്ന ഏറ്റവും ലഘുവായ ഒരു ലോജിക്കുണ്ട്. അത് പാപത്തെ ലഘൂകരിച്ച് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക. ട്രിവിയലൈസേഷൻ ഓഫ് സിൻ ബൈ ഇറ്റ്സ് ജനറലൈസേഷൻ. പാപത്തെ ഇങ്ങനെ ലഘൂകരിക്കുക, ഒന്നും സാരമില്ല എന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് നമ്മളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ സാത്താൻ വളരെ വൈദഗ്ധ്യം നേടിയിരിക്കുന്നുവെന്ന് സെൻ്റ് അഗസ്റ്റിൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഏദൻ തോട്ടത്തിൽ 3 കാര്യങ്ങളാണ് ഈ സാത്താൻ ഈ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ഹവ്വയെയും ആദമിനെയും ഒക്കെ പരീക്ഷിക്കുമ്പോൾ നൽകുന്നത്. ഒന്നാമത്തെ കാര്യം, സാത്താൻ ദൈവം പറയുന്നത് പോലെ ഒന്നും ജീവിക്കാൻ ഒക്കുകയില്ല. അതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ദൈവപ്രമാണങ്ങൾ അനുസരിച്ചുള്ള ജീവിതം അസാധ്യമാണ്. രണ്ടാമത് സാത്താൻ പറയുന്നത്, നമ്മൾ പറയുകയാണ് ഇതെല്ലാം കേട്ടിട്ട്, അവൻ പറയുന്നതിലും കാര്യമില്ലേ? ഉണ്ട്, അവൻ പറയുന്നതും കാര്യമില്ലേ? യേശുവിൻ്റെ പരീക്ഷകളെല്ലാം നമ്മൾ എടുത്തു നോക്കുക. അതെല്ലാം പ്രഥമ ദൃഷ്ടിയാ നമുക്ക് കേട്ടാൽ നല്ല കാര്യമാണ്. 40 ദിവസം വിശന്ന് വലഞ്ഞ ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്ന്, സ്നേഹിതാ, നിനക്ക് ഭക്ഷണം കഴിക്കാത്തതിൽ, നീ വിശക്കുന്നതിൽ ഞാൻ കൺസേൺഡാണ് എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമല്ലേ? അപ്പോൾ ഈ രീതിയിൽ അതിവിദഗ്ധമായി നമ്മളെ അപകടത്തിലേക്ക് നയിക്കുന്നു. മൂന്നാമത്, ഈ ലോകത്തിലെ ഇപ്പോൾ കാണുന്ന സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വരുവാൻ പോകുന്ന, നമുക്ക് കൃത്യമായി അറിയാത്ത ഒരു വരുംകാലത്തെക്കുറിച്ച് ഇങ്ങനെ നോക്കിപ്പാർക്കേണ്ടത് ആവശ്യമുണ്ടോ? ശാസ്ത്രലോകം ഇത് നമ്മളെ എൻഡോഴ്സ് ചെയ്യുന്നതാണ്. വാട്ട് ഈസ് എംപിരിക്കലി വെരിഫയബിൾ ഈസ് അക്സെപ്റ്റബിൾ. കാണുന്നത് മാത്രമാണ് സ്വീകാര്യം. ഒരു പരീക്ഷണശാലയിൽ തെളിയിച്ചെടുക്കാവുന്നതേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നതായ ഒരു സ്ഥിതി. അതുകൊണ്ട് ഈ സാത്താൻ്റെ പരീക്ഷകളിൽ കുടുങ്ങാത്ത ഒരു മനുഷ്യരുമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അതുകൊണ്ടാണ് യേശു ഈ പരീക്ഷകളെ അതിവിദഗ്ധമായി അതിജീവിക്കുവാൻ പിതാവായ ദൈവത്തോട് ചേർന്ന് നിന്ന് വചനത്തിൻ്റെ ശക്തി പ്രാപിച്ച് ഈ വലിയ പരീക്ഷകളെ അതിജീവിക്കുവാനായിട്ടിടയായത്. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നമുക്ക് എല്ലാവർക്കും ഈ പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്. ഈ വലിയ പരീക്ഷയിലേക്ക്, ഈ വലിയ സാത്താൻ്റെ കെണിയിലേക്ക് നമ്മളെ വീഴ്ത്താനായിട്ട് നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ സാക്ഷാത്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്ത ഈ ജഡത്തിൻ്റെ ഇച്ഛകളെ ജയിക്കുവാനായിട്ടുള്ള നമ്മുടെ നിരന്തരമായിട്ടുള്ള ഒരു മുന്നേറ്റം, നിരന്തരമായിട്ടുള്ള ഒരു ദൈവ സംസർഗത്തിന് വേണ്ടിയുള്ള ആവേശം എല്ലാം ഇപ്പോഴും നമുക്ക് നിലനിർത്തേണ്ടതായിട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, ദൈവം ഇങ്ങനെ പാപങ്ങൾ ചെയ്യുന്നവനെ എല്ലാം നശിപ്പിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവമാണോ? ദൈവം ഒരിക്കലും പാപത്തിന് വിധേയനായ മനുഷ്യനെ ദൈവം തള്ളി ഈ നരകത്തിലേക്ക് വിടുന്നില്ല എന്ന് നമ്മൾ ഓർക്കുക. അവനവനാണ് അവനവൻ്റെ നരകം സൃഷ്ടിക്കുന്നത്. ദൈവം നരകത്തിലേക്ക് തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതായ ഒരു മനുഷ്യൻ നീങ്ങുമ്പോൾ അവൻ വേദനയോടുകൂടി നോക്കിയിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാപത്തിൻ്റെ ദുരന്തങ്ങൾ അതിൽ തന്നെ അടങ്ങിയിരിക്കുകയാണ്. എല്ലാ പാപങ്ങളിലും ആ പാപം നമ്മളിൽ വരുത്തുന്നതായ ഒരു വിനയ അതിലുണ്ട്. സോ സിൻ ഈസ് ഓൾവേസ് സെൽഫ് ഡിസ്ട്രക്റ്റീവ്. അത് പാപത്തിൽ അടങ്ങിയിരിക്കുന്നതായ കാര്യമാണ്. ഒരു അമ്മ കറിക്കിടാനായിട്ട് എടുത്തു വെച്ച ഉപ്പ് ഒരു കുഞ്ഞ് എടുത്ത് കഴിച്ചാൽ നമുക്കറിയാം, ഉപ്പ് കഴിച്ചാൽ വെള്ളം കുടിക്കണം, അത് പരവേശം ഉണ്ടാക്കും. പഞ്ചസാരയാണെന്ന് തെറ്റിദ്ധരിച്ച് ഉപ്പെടുത്ത് കഴിച്ച കുട്ടിയെ അമ്മയുടെ ശിക്ഷയല്ല ഈ പരവേശം എന്ന് പറയുന്നത്, മറിച്ച് ഈ ഉപ്പിൽ ഈ പരവേശം അന്തർലീനമാണ്. ഒരുത്തൻ തീക്കകത്ത് ചാടിയാൽ അത് പൊള്ളിക്കുന്നത് ദൈവമല്ല, തീയിൽ ചാടിയാൽ പൊള്ളൽ അതിൽ അന്തർലീനമാണ്. ഒരുത്തൻ വിഷമെടുത്ത് കഴിച്ചാൽ അവൻ മരിക്കുമെന്നുള്ളത് ദൈവം അവനെ കൊല്ലുകയല്ല, മറിച്ച് ഈ വിഷത്തിൽ ഈ മരണം അന്തർലീനമാണ്. അതുകൊണ്ട് പാപം ചെയ്യുന്ന മനുഷ്യനെ ദൈവം ശിക്ഷിക്കുകയല്ല, അവൻ പാപത്തിൻ്റെ അതിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ഈ അപകടകരമായ സ്ഥിതിയിലേക്ക് അതിൻ്റെ ശമ്പളം അവൻ ഏറ്റുവാങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാപം ചെയ്തതിൻ്റെ ഫലം ദൈവം നമ്മളെ ശിക്ഷിക്കുകയാണ് എന്നുള്ള ചിന്ത നമുക്ക് മാറുകയും, പാപത്തിലേക്ക് നീങ്ങുന്നവൻ അവൻ സ്വയം ശിക്ഷാവിധി ഏറ്റുവാങ്ങുന്നു എന്നറിഞ്ഞ്
പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്കതിൽ നിന്ന് നിരന്തരമായി മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. എന്തെന്നാൽ ദൈവം എപ്പോഴും നമ്മെ രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതിനുള്ള രക്ഷാകര പദ്ധതിയുടെ ചരിത്രമാണ് വേദപുസ്തകം മുഴുവനായി നമ്മൾ കാണുന്നത്. ദൈവനീതിയെ നാം പലപ്പോഴും സംശയിക്കുന്നതിൻ്റെ കാരണം പാപത്തിലൂടെ സംഭവിക്കുന്ന ദുരിതത്തിൻ്റെയും നാശത്തിൻ്റെ ഉത്തരവാദിത്വം നാം ദൈവത്തിൻ്റെ മേൽ ആരോപിക്കുന്നത് കൊണ്ടാണ്. ഈ ചിന്ത ഒരിക്കലും നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള വിഷയമല്ല. അത് ദൈവമായി ഒരു രീതിയിൽ പറഞ്ഞാൽ കാര്യമായ ബന്ധമുള്ള കാര്യമല്ല. ദൈവത്തോടുകൂടെ മാത്രമേ മനുഷ്യന് പാപം കൂടാതെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നീതീകരിക്കുന്നതായ ദൈവം, ശുദ്ധീകരിക്കുന്നവനായ ദൈവം നമ്മുടെ കുറവുകളെ, കുറ്റങ്ങളെ മായ്ച്ച് നമ്മളെ രക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ ദൈവത്തോടു കൂടെയുള്ള നീക്കം, ഈ ദൈവത്തോടു കൂടിയുള്ള വളർച്ച, ഇതാണ് നമ്മളെ രക്ഷയിലേക്ക് നയിക്കേണ്ടത്. അപ്പോൾ രക്ഷയിലേക്ക് നീങ്ങാൻ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ചുള്ള നീക്കവും ആവശ്യമാണ്. നമ്മൾ സങ്കീർത്തനം 61 വായിക്കുന്നുണ്ട്, എനിക്ക് ഈ വലിയ രക്ഷയുടെ പാറയിലേക്ക് എന്നെ നയിക്കണമേ. ലീഡ് മീ ടു ദ റോക്ക് വിച്ച് ഈസ് ഹയർ ദാൻ മീ. എന്നേക്കാൾ വലുതായ ഈ അത്യുന്നതമായ പാറയിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. ഈ ഉയരങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ദൈവസാന്നിധ്യം വേണം. ഒരു 4 നില കെട്ടിടത്തിൻ്റെ മുകളിൽ കയറാൻ ഒന്നുകിൽ നമുക്ക് സ്റ്റെയർ കേസ് വേണം, അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് വേണം, അല്ലെങ്കിൽ ഒരു ഗോവേണി വേണം. ഈ പടികളിലൂടെ അല്ലാതെ നമുക്ക് മേലോട്ട് കയറാൻ സാധിക്കും. എത്ര വിദഗ്ധനും എത്ര ആരോഗ്യമുള്ളവനുമാണെങ്കിലും ഈ 4-ാമത്തെ നില 5-ാമത്തെ നില കയറാൻ നമുക്ക് ഈ പടികളോ ലിഫ്റ്റോ ആവശ്യമാണ്. എന്നാൽ 5-ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് വരാൻ ആരുടെയും സഹായം ആവശ്യമില്ല. സഹായം ആവശ്യമാണ് ഇങ്ങ് താഴെ വന്ന് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ. സ്നേഹിതരെ, ദൈവത്തിങ്കിലേക്ക് വളരാൻ, ഉയരങ്ങളിലേക്ക് നീങ്ങാൻ ദൈവത്തിൻ്റെ കരം പിടിക്കണം. നശിക്കാനും താഴേക്ക് പോരാനും നമുക്ക് ആരുടെയും സഹായം വേണ്ട, നമ്മൾ വിചാരിച്ചാൽ മതി. അതുകൊണ്ട് ഈ ഒരു നീക്കം, ഈ ഒരു വളർച്ച നമുക്കിടയാകണം. ഇത് അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഈ ആത്മീയത കൊണ്ട് നമ്മൾ നീങ്ങിയാൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നതായ വലിയ അപകടങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളവരാണ്. 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിക്കും. 1, അഗ്രസീവ് ഇൻഡിവിജ്വലിസം, വളരെ ക്രൂരമായ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ജീവിതം. ഞാനും എനിക്കുള്ളതും ഞാൻ മാത്രം, എല്ലാത്തിൻ്റെയും കേന്ദ്രത്തിൽ എന്നെ പ്രതിഷ്ഠിക്കുക, ഈ ഒരു ചിന്തയോടുകൂടി ഈ മനുഷ്യൻ ഇന്ന് ഈ മനുഷ്യ കേന്ദ്രീകൃതമായ, വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ ദി അതർ ഈസ് ഓൾവേസ് എ ത്രെറ്റ് ഫോർ മീ. അടുത്ത് നിൽക്കുന്നവൻ എല്ലായ്പ്പോഴും എനിക്കൊരു അപകടകാരിയാണ്. അടുത്ത് നിൽക്കുന്നയാൾ എല്ലായ്പ്പോഴും എന്നെ ഉപദ്രവിക്കാൻ നിൽക്കുന്നയാളാണ്. അതുകൊണ്ടാണ് ഈ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫേഴ്സ് പറയുന്നത് ദി അതർ ഈസ് എ ത്രെറ്റ്. അടുത്ത് നിൽക്കുന്നവൻ എല്ലായ്പ്പോഴും എനിക്കൊരു കുഴപ്പം സൃഷ്ടിക്കുന്നവനാണ് എന്നുള്ള ഒരു ചിന്ത. അങ്ങനെ വരുമ്പോൾ അടുത്ത് നിൽക്കുന്നവൻ എല്ലായ്പ്പോഴും ഒരു കോമ്പറ്റീറ്ററാണ്. അടുത്ത് നിൽക്കുന്ന എൻ്റെ സഹോദരൻ, അടുത്തെൻ്റെ ക്ലാസ്സിലിരിക്കുന്നവൻ, എൻ്റെ കൂട്ടുകാരൻ എന്നുള്ളതിനേക്കാൾ എനിക്ക് അവനെ തോൽപ്പിക്കേണ്ടതായ, കൂടുതൽ മാർക്ക് വാങ്ങിച്ച് അവനെ 2-ാം സ്ഥാനത്തേക്ക് തട്ടി മാറ്റേണ്ടുന്നതായ ഒരു സ്ഥിതിയാണ്. അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു വാക്കാണല്ലോ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫി. സെൽഫി എന്നുള്ള പദം നമുക്കറിയാം. സെൽഫ്, വേദപുസ്തകത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിലെ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്ന്, യു ഡിനൈ യുവർ സെൽഫ്, നീ നിൻ്റെ സെൽഫിനെ നിഷേധിക്കണം. അതുമായിട്ട് ഇത് അടുത്ത ബന്ധമില്ല എങ്കിലും സെൽഫി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, അടുത്ത് നിൽക്കുന്നവൻ്റെ അവരെൻ്റെ സഹായം കൂടാതെ എൻ്റെ ചിത്രം എനിക്ക് തന്നെ എടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ഡെത്ത് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. ഈ സാമൂഹ്യ ജീവിതം നമുക്ക് നഷ്ടപ്പെടുന്നു. എക്ലിപ്സ് ഓഫ് സോഷ്യൽ കോൺഷ്യസ്നസ്, നമ്മളുടെ ഈ സാമൂഹ്യ ബോധത്തിന് വലിയ ഗ്രഹണം സംഭവിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു അപകടകരമായ സ്ഥിതിയായിട്ട് നമുക്കിഷ്ടമില്ലാത്തവരെ നമ്മൾ അകറ്റിക്കളയുന്നു. എക്സ്ക്ലൂഷൻ ഈസ് ദി സിറ്റുവേഷൻ. ആവശ്യമില്ലാത്തവരെ, പ്രൊഡക്റ്റീവ് അല്ലാത്തവരെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണ്. ഈ മാധ്യമപ്രവർത്തകരായ ആളുകൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർ നടത്തിയ ഒരു പഠനം പത്രങ്ങളിൽ വായിച്ചത് അന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അവരിങ്ങനെ വൃദ്ധസദനത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് കേരളത്തിലെ പല വൃദ്ധസദനങ്ങൾ സന്ദർശിച്ചു. അതിലൊരു വൃദ്ധസദനത്തിൽ എത്തിയപ്പോൾ സമൃദ്ധിയായിട്ടുള്ള പ്രായമുള്ള ഒരു അമ്മ ഇവർ വന്ന കാര്യങ്ങളെയൊക്കെ തിരക്കി അറിഞ്ഞ് അവരോട് കുശലങ്ങൾ പറഞ്ഞ്
വളരെ സന്തുഷ്ടമായി സംസാരിച്ചതിന് ശേഷം ഇറങ്ങാൻ നേരത്ത് ഈ അമ്മ ആ മുറിയിലേക്ക് പോയി ഒരു പടം എടുത്തുകൊണ്ട് വന്നു. ആ പടം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ അപ്പച്ചൻ്റെ പടമാണ്. ഇദ്ദേഹം മറ്റെവിടെയോ ഒരു അനാഥാലയത്തിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഈ പഠനത്തിൻ്റെ ഭാഗവുമായി പോകുമ്പോൾ എവിടെയെങ്കിലും ഈ പടത്തിൽ കാണുന്ന അപ്പച്ചനെ കണ്ടാൽ ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അപ്പച്ചനോട് പറഞ്ഞാൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇങ്ങനെ പ്രയോജനമില്ലാത്തതിനെ ഉപേക്ഷിക്കുന്നതായ ഒരു സ്ഥിതി വർദ്ധിച്ചു വരുന്നു. പ്രയോജനാത്മകതയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ലോകത്തിൽ നമ്മൾ പറയുന്നത് പോലെ പ്രൊഡക്റ്റീവ് അല്ല. ഒരുപാട് ആളുകൾ ഈ ലോകത്തിൽ നിലനിൽപ്പിന് ആവശ്യമില്ലാത്തവരാണ് എന്ന് തോന്നത്തക്ക ഉള്ള സ്ഥിതിയിൽ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുകയും ഒരുപാട് ആളുകളെ അകറ്റി നിർത്തുകയും അപ്പനെയും അമ്മയും 2 വൃദ്ധസദനങ്ങളിലായി ആക്കി അവർക്ക് പോലും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കാതെയും ഇരിക്കുന്ന ക്രൂരമായ മരണകരമായ ഒരു സംസ്കാരം ഇവിടെ വളരുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം തെറ്റായ ആത്മീയതയും തെറ്റായ ദൈവസങ്കല്പവും നമ്മൾ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ടുള്ള വിനയം വിവേകവും നമുക്കുണ്ടാകട്ടെ. രണ്ടാമത്, ഇറോഷൻ ഓഫ് വാല്യൂസ്, മൂല്യത്തിൻ്റെ ഒരു ശോഷണം, മൂല്യത്തിൻ്റെ ഒരു തകിടം മറിച്ചിൽ. എന്താണ് മൂല്യം? വളരെ ലളിതമായി നമ്മൾ അതിന് കൊടുക്കുന്ന നിർവചനം, എൻ്റെ നിലനിൽപ്പിന് എന്താണോ ആവശ്യം അത് തന്നെയാണ് എൻ്റെ സഹോദരൻ്റെ നിലനിൽപ്പിനും ആവശ്യമെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള അറിവിനെയാണ് നമ്മൾ മൂല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മൂല്യവും നീതിയും ഒക്കെ തമ്മിൽ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നീതിയുള്ള മനുഷ്യരായിട്ട് നമുക്ക് തീരണം. നീതിയുള്ള മനുഷ്യൻ്റെ ലക്ഷണം എന്താണ്? അവൻ്റെ മൂല്യം എന്താണ്? ആ മൂല്യം ഈ സമൂഹത്തിലെ ഏറ്റവും ബലഹീനന് ലഭിക്കേണ്ടതായ പരിഗണനയാണ് നീതിയെങ്കിൽ ആ നീതിബോധത്തോടുകൂടെ ജീവിക്കുന്നവൻ്റെ വാല്യൂ സിസ്റ്റം, അവൻ്റെ മൂല്യം, ഞാൻ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാൻ അവനും അവകാശമുണ്ട്, അവനും അനുവാദമുണ്ട് എന്നുള്ള ഉന്നതമായ ഉദാത്തമായ കാഴ്ചപ്പാടാണത്. അപ്പോൾ മാത്രമാണ് നീതിമാന് മാത്രമാണ് ധർമ്മസങ്കടം ഉണ്ടാകുന്നതെന്ന് ജോസെ സരമാഗോ എന്ന നോവൽ പ്രൈസ് വിന്നർ, പോർച്ചുഗീസ് സാഹിത്യത്തിന് നോവൽ സമ്മാനം വാങ്ങിക്കൊടുത്തയാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം യേശുവിൻ്റെ പിതാവായ ജോസഫിനെ അങ്ങനെയുള്ള ഒരു നീതിമാനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജോസഫ് നീതിമാനായിരുന്നു. ആദ്യം ജോസഫിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും സരമാഗോ എന്ന ഈ വിശ്വപ്രസിദ്ധനായിട്ടുള്ള സാഹിത്യകാരൻ എഴുതി വച്ചിരിക്കുന്നു, അദ്ദേഹത്തെ നീതിമാനെന്ന് വിളിക്കാനായിട്ട് കാരണം അദ്ദേഹത്തിന് നീതിബോധമുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിവരിക്കുന്ന ഒരു കഥ ഇവിടെ തന്നെ ഞാൻ ആവർത്തിച്ചിട്ടുള്ളതാണ്. യേശുവിൻ്റെ പിതാവായ ജോസഫ് യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ നാളുകളിൽ അവർ അഭയാർത്ഥികളായി പാർക്കുന്ന ഇടത്ത് അവർക്കൊരു അറിവ് കിട്ടി, നാളെ ഹെരോദാവിൻ്റെ പട്ടാളക്കാർ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ പോകുന്നു. ഇത് കേട്ടതായ ജോസഫ്, ഈ വിവരം അറിഞ്ഞ ജോസഫ് പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്ന് യേശുവിനെയും മറിയത്തെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്ത് രക്ഷപ്പെട്ടു. പലായനം ചെയ്ത് ചെന്നു ചേർന്നതായ നസ്രയത്തിൽ അദ്ദേഹം വളരെ വൈകി ഉറങ്ങാൻ കിടക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയാതെ ഒരു സ്വപ്നത്തിൽ ചാടി ഉണർന്നെഴുന്നേറ്റു. അപ്പോൾ അദ്ദേഹം സ്വപ്നത്തിൽ ഒരു കാഴ്ച കാണുകയാണ്. ഇതാ പട്ടാളക്കാർ തൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ വരുന്നു. ആ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുമ്പിൽ വാളുമായി നിൽക്കുന്നത് ജോസഫാണ്. അതിനുശേഷം ഒരിക്കലും ജോസഫ് ഉറങ്ങിയിട്ടില്ല എന്നാണ് സരമാഗോ പറയുന്നത്. എന്നാൽ അങ്ങനെ ഉറങ്ങാതിരിക്കേണ്ടെന്ന കാര്യമില്ല. തനിക്ക് കിട്ടിയ ഈ ദർശനത്തിലൂടെ തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചതിലുള്ള സന്തോഷത്തിന് പകരം തനിക്ക് കിട്ടിയ ഈ അറിവ് കൊണ്ട് അന്ന് കൊന്നൊടുക്കപ്പെട്ട 24 കുഞ്ഞുങ്ങൾ മരിച്ചതിൻ്റെ ദുഃഖം കൊണ്ട് നെടുവീർപ്പിട്ട് കരയുന്നവനാണ് ജോസഫ് എന്ന ഈ നീതിമാൻ. അതുകൊണ്ട് നമുക്ക് സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് കിട്ടിയ അറിവുകൾ സ്വകാര്യവൽക്കരിച്ച് ആ അറിവ് വിൽക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ലോകത്തിലാണ്. എല്ലാ അറിവുകളും ഇന്ന് നമ്മൾ വിൽക്കുകയാണ്. എന്നാൽ നോളജ് ഈസ് പവർ ആൻഡ് പവർ ഈസ് നീഡഡ് ടു മാനിപ്പുലേറ്റ്. എല്ലാ അറിവുകളും വെച്ചുകൊണ്ട് നമ്മൾ ഈ അറിവുകളെ വിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ജോസഫ് എന്ന നീതിമാൻ നമ്മളോട് പറയുകയാണ്, നീതിബോധമുള്ളവരായിരിക്കുക. തെറ്റ് ചെയ്യുന്നത് മാത്രമല്ല തെറ്റ്, ചെയ്യേണ്ടതായ നന്മ നിറഞ്ഞ കാര്യങ്ങൾ
ചെയ്യാതിരിക്കുന്നതിൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധ്യമുള്ളവരായിട്ട് തീരുന്നതിനാണ് ആത്മീയത നമ്മളെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ നീതിബോധമുള്ള ആളുകൾ മറ്റുള്ള ആളുകളെക്കുറിച്ച് കരുതലുള്ള ആളുകളായി തീരാൻ സാധിക്കണം. ഈ ലോകത്തിൽ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് പ്രത്യേകമായ വരദാനം ലഭിച്ചവരാണ് ക്രൈസ്തവരായിട്ടുള്ള നമ്മൾ. ഈ ലോകത്തിൻ്റെ ദുഃഖദുരിതങ്ങളെല്ലാം എൻ്റെ കൂടി തെറ്റാണ് എന്ന് കണ്ടെത്താനും അത് പരിഹരിക്കാനുമുള്ള പരിശ്രമം നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് നീതിബോധമുള്ളവരായി തീരുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെയൊക്കെ മൊബൈലുകളിൽ ഈ അടുത്ത നാളുകളിൽ ഒരു ചിത്രം വന്നത് നിങ്ങൾ കണ്ടിരിക്കും. അത് സുഡാനിലെ ഒരു ബാലൻ്റെ ചിത്രമാണ്. സുഡാനിലെ പട്ടിണി കൊണ്ട് മരിക്കുന്നതായ കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിൻ്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. അത് ഒരു ഒട്ടകത്തിൻ്റെ മലദ്വാരത്തോട് ചേർന്ന് തൻ്റെ വാ മുട്ടിച്ചു വച്ചിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഈ ഒട്ടകം വിസർജനം ചെയ്യുമ്പോൾ ആ വിസർജ്യം കൊണ്ടെങ്കിലും ജീവിക്കുവാൻ തത്രപ്പെടുന്നതായ ഒരു കുഞ്ഞിൻ്റെ പടമാണത്. ഇവിടെ ഇരിക്കുന്നതായ ക്രൈസ്തവ ജനമേ, ഒരു ലോകത്തിൻ്റെ ഭൂരിഭാഗം ആളുകൾ ഭക്ഷണമില്ലാതെ പട്ടിണി കൊണ്ട് മരിക്കുന്ന ഒരു ലോകത്തിൽ ഇന്ന് ഈ കല്യാണങ്ങൾക്ക് കാട്ടിക്കൂട്ടുന്നതായ ആഡംബരങ്ങൾ, അതിന് ചെലവാക്കുന്നതായ പണം ദൈവനീതിക്ക് ചേർന്നതല്ല എന്ന് നിങ്ങൾ കൃത്യമായി വ്യക്തമായി വേദനയോടുകൂടി അറിഞ്ഞിരിക്കണം. എല്ലാ ആഡംബരങ്ങളും നിത്യമായ പാപമാണ്. അനധികൃതമായി ചെലവാക്കുന്നതെല്ലാം ആവശ്യക്കാരൻ്റെതാണ്. അറിയാത്തവൻ അവൻ ക്രിസ്ത്യാനിയല്ല, അവൻ മനുഷ്യനല്ല. ക്രിസ്ത്യാനി എന്നുള്ള പദം എന്തിനു ഉപയോഗിക്കണം? അവൻ മനുഷ്യനല്ല എന്ന് നമുക്ക് കാണാനായിട്ട്. അതുകൊണ്ട് ഈ ധൂർത്തും ഈ ആഡംബരവും ഈ കല്യാണങ്ങൾക്കുള്ള ചെണ്ടമേളങ്ങളും ഇതൊക്കെ ഒന്ന് നമുക്ക് അവസാനിപ്പിക്കണം. അതുകൊണ്ട് സ്വർണത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു നീക്കം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയാണ്. നമുക്ക് നീങ്ങാം ഫ്രം ഗോൾഡ് ടു ഗോഡ്, ദൈവത്തിലേക്ക്. സ്വർണമല്ല ആത്യന്തികമായിട്ടുള്ളത്, ദൈവമാണ് നിത്യനായിട്ടുള്ള ദൈവം. നിത്യനായ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ നിത്യമായി അകറ്റുന്ന ഈ സാത്താൻ്റെ കുതന്ത്രങ്ങളിൽ പെടുന്നതായ കാര്യങ്ങളാണ് ഇതെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഇടയാകട്ടെ. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ഏദൻ തോട്ടത്തിലെ ഈ 3 പാപങ്ങളിൽ കുടുങ്ങി ഈ ജഡത്തിൻ്റെ രാഗങ്ങളിൽ നമ്മൾ അഭിരമിക്കുകയാണെങ്കിൽ നമുക്ക് നിത്യമായി നഷ്ടപ്പെടുന്നത് നിത്യനായ ദൈവത്തോടുള്ള ബന്ധവും നിത്യതയുമാണ് എന്ന് നമുക്ക് കാണേണ്ടതായിട്ടിരിക്കുന്നു. ധാർമ്മികമായ അധപതനമാണ് മറ്റൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. പാപത്തെ ലഘൂകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആകാം എന്നുള്ള ഒരു ചിന്തയാണ്. ഈ നാശത്തിൽ നിന്ന്, ഈ വലിയ വിനകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ബാഹ്യമായ ചില ഭക്തി പ്രകടനം കൊണ്ട് സാധ്യമാകുകയില്ല. മറിച്ച് നമ്മുടെ ഉണ്മയുടെ വിശുദ്ധിയിലേക്ക് നമുക്ക് നീങ്ങണം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മുടെ ഈ സ്വത്വത്തിൻ്റെ ഒരു രൂപാന്തരം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്നതായ, നമ്മളുണ്ടാക്കിയതായ ഈ സ്വർണ്ണ കാളക്കുട്ടികളെ, ഈ സ്വർണ്ണ കാളക്കുട്ടികൾ ഒരുപക്ഷെ നമ്മുടെ പണമാകാം. ചില ആളുകൾക്ക് കാളക്കുട്ടികൾ എന്ന് പറയുന്നത് മദ്യമാകാം, ചിലർക്ക് അധികാരമോഹമാകാം, ചിലർക്ക് അംഗീകാരത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാകാം, ചിലർക്ക് വലിയ ആഡംബരങ്ങളാകാം. എന്തു തന്നെയാണെങ്കിലും അതിനെ തീയിലിട്ട് ചുട്ട് പൊടിച്ച് വെള്ളത്തിൽ കലക്കി കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഉന്മൂലനാശം വരുത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കുഴിച്ചുമൂടലുകൾ ഇന്ന് ഈ പന്തലിൻ്റെ കീഴിൽ നടക്കണം. അഹങ്കാരമുള്ളവർ തങ്ങളുടെ അഹങ്കാരങ്ങളെ കുഴിച്ചു മൂടണം. മദ്യാസക്തിയുള്ള ആളുകൾ തങ്ങളുടെ മദ്യാസക്തി എന്നുള്ള ആ ദുർവികാരം, ആ പ്രവണത കുഴിച്ചു മൂടണം. അധികാരത്തിന് വേണ്ടി പരക്കം പായുന്നതായ ആളുകൾ അധികാരമല്ല, ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ് എന്ന് കാണാനായിട്ട് സാധിക്കണം. ഈ മാമോനെ നമുക്ക് കൊല്ലാം, ഈ മാമോനെ കൊന്ന് നമുക്കിവിടെ കുഴിച്ചു മൂടാം. അപ്പോൾ സൃഷ്ടിതാവായ ദൈവത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് യാഥാർത്ഥ്യമായി, നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനായി, നമ്മളെ നിയന്ത്രിക്കുന്നവനായി നമുക്ക് മാറാം. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് 1 പത്രോസ് 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. അത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വംശമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്. വി ആർ ദ ചോസൺ വൺ.
നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നമ്മൾ രാജകീയ പുരോഹിത വർഗത്തിൻ്റെ അംശികളാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് വ്യത്യസ്തരായിട്ട് ജീവിച്ചേ മതിയാകുകയുള്ളൂ എന്നുള്ള ഉറപ്പ് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകുക. അതിന് നമുക്കൊരു പുതിയ ആത്മീയത കൃത്യമായി മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ആ ആത്മീയത എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്നെ മറന്ന് അവരനെ ഓർക്കുവാനായിട്ട് യേശു പഠിപ്പിച്ച ക്രൂശിൻ്റെ ആത്മീയതയാണ്. നമുക്ക് ഒരാത്മീയതയുള്ളൂ, അത് യേശു ക്രിസ്തുവിലൂടെ കണ്ടെത്തിയ ആത്മീയതയാണ്. ആത്മീയതയെക്കുറിച്ച് നിക്കോളാസ് ബെർഡിയേവ് എന്ന് പറയുന്ന റഷ്യൻ ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ലളിതമായ ആത്മീയതയെക്കുറിച്ചുള്ള ഒരു പരാമർശം ഇങ്ങനെയാണ്: എൻ്റെ അപ്പത്തിന് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണം ആത്മീയ കാര്യമല്ല, എന്നാൽ എൻ്റെ സഹോദരൻ്റെ അപ്പത്തിന് വേണ്ടിയുള്ള എൻ്റെ അന്വേഷണമാണ് ആത്മീയ കാര്യം. എൻ്റെ സഹോദരൻ്റെ വിശപ്പ് എൻ്റെ ആത്മീയ പ്രശ്നമാകുന്നതാണ് യഥാർത്ഥത്തിൽ ഉള്ള ആത്മീയത എന്ന് പറയുന്നത്. നിക്കോളാസ് ബെർദേവ് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നിക്കോളാസ് ബെർദേവ് പറയുന്ന ഒരു കാര്യം, അദ്ദേഹം പറയുന്നു, ദൈവത്തിൻ്റെ ധർമ്മശാസ്ത്രം ആരംഭിക്കുന്നത്, ദൈവത്തിൻ്റെ എത്തിക്സ് ആരംഭിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തോടു കൂടിയാണ്. അത് കായീൻ, എവിടെയാണ് നിൻ്റെ സഹോദരൻ? കായീൻ, വേർ ഈസ് യുവർ ബ്രദർ? നിൻ്റെ സഹോദരൻ എവിടെ? എന്നാൽ ദൈവത്തിൻ്റെ ധർമ്മശാസ്ത്രം അവസാനിക്കുന്നത് മറ്റൊരു ചോദ്യത്തോടു കൂടിയാണെന്ന് ബെർദേവ് പറയുന്നു. അത് ദൈവം ഹാബേലിനോടാണ് ചോദിക്കുന്നത്. ഹാബേൽ, വേർ ഈസ് യുവർ ബ്രദർ? ഹാബേലെ, നിൻ്റെ സഹോദരൻ എവിടെയാണ്? നീ നിൻ്റെ സുസ്ഥിതിയുടെയും സംതൃപ്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും സ്വർഗത്തിലിരിക്കുമ്പോൾ നിൻ്റെ സഹോദരൻ നരകത്തിലാണ് എന്ന് നീ അറിയുമ്പോൾ നിൻ്റെ സ്വർഗം എത്ര സ്വർഗീയമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നമ്മളെല്ലാവരും സത്യസന്ധമായി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ കായീൻ, നിൻ്റെ സഹോദരൻ എവിടെയെന്നുള്ള ചോദ്യം നമ്മൾ എത്രയോ ആവർത്തി കേട്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തിലൊരു ചോദ്യം ചോദിക്കുക, ഹാബേലെ, നിൻ്റെ സഹോദരൻ എവിടെയാണ്? നീ നിൻ്റെ സുസ്ഥിതിയുടെയും നിൻ്റെ ഈ വലിയ പത്രാസിൻ്റെയും കസറയിലിരിക്കുമ്പോൾ നീ ഓർക്കുക, നിൻ്റെ സഹോദരൻ, നിൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസമായ സഹോദരൻ നരകത്തിലാണ് എന്ന് നീ തിരിച്ചറിയുമ്പോൾ നിൻ്റെ സ്വർഗം ഒരിക്കലും സ്വർഗീയമായിരിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഇരിക്കുന്ന ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ചില ആളുകൾ കായീനായത് ഹാബേലായ ഭക്തന്മാർ മുഖാന്തരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അനിയൻ, അവൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവനായിരിക്കെ, അവൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ ഇല്ലാതിരിക്കെ, ആ കൊച്ചിനെയും കൂടെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ അവൻ്റെ അനുജനോ എല്ലാ സമൃദ്ധിയുടെ നടുവിലും അതെൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന് നമ്മൾ കാണിക്കുകയും അങ്ങനെ പറയുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഭാര്യ പറയുന്നു, ചേട്ടൻ ഇതെല്ലാം ഉണ്ടല്ലോ, അനിയൻ ഈ ദേശമെല്ലാം അനിയൻ്റെതാണല്ലോ, താൻ ഈ ആയുസ് കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടിയിട്ട് എന്ത് ഗുണം? അവൻ മദ്യപാനം ആരംഭിക്കുന്നു. ഇവിടെ നമ്മൾ ചില ഹാവേലന്മാരുടെ വിശുദ്ധമായ ഇരിപ്പ് കൊണ്ടാണ് നിങ്ങളുടെ അയൽവക്കത്ത് നിങ്ങളുടെ തന്നെ സഹോദരങ്ങൾ ഒരുപക്ഷെ മദ്യപാനത്തിലേക്ക് പോയത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമുക്കൊരു കുഴിച്ചുമൂടലിന് സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഹാബേലിൻ്റെ പരിശുദ്ധിയെ പറഞ്ഞ് നമ്മൾ ജീവിക്കുകയല്ല. ഇവിടെ ഇരിക്കുന്ന 99% ആളുകളും ഹാബേലിൻ്റെ ഈ വിശുദ്ധ ഗണത്തിൽപ്പെടുന്നവരാണ്. ഈ വിശുദ്ധ ഗണത്തിൽപ്പെടുന്ന നമ്മളോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം, ദൈവമേ, എൻ്റെ സഹോദരൻ എവിടെയാണ്? എന്നാൽ ആ ചോദ്യത്തിൽ തന്നെ കുറച്ചുകൂടി വ്യക്തമായി നമ്മൾ ചോദിക്കുക, ഹാബേലെ, നിൻ്റെ സഹോദരൻ എവിടെ എന്നുള്ളതിനേക്കാൾ ഞാൻ വിചാരിക്കുന്നു 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിതത്തെ ഗൗരവമായി എടുക്കുകയും അർത്ഥവത്തായ ആത്മീയത നമ്മൾ അന്വേഷിക്കുകയും നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കിയ ഈ കാളക്കുട്ടികളെ നമ്മൾ ഉടച്ച് അതിനെ ഉന്മൂലനാശം ചെയ്യുകയും ചെയ്താൽ ഉയർന്നു വരുന്നതായ ഈ ദിവ്യമായ സഹോദരൻ്റെ വിശപ്പ് എൻ്റെ ആത്മീയ പ്രശ്നമാണ് എന്ന് കണ്ടെത്തുന്നതായ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ക്രൂശിൽ തെളിയിക്കപ്പെട്ട ഈ അദമ്യമായ സ്നേഹത്തിൻ്റെ ഈ ആത്മീയതയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ സഹോദരനില്ലാതെ എനിക്കൊരിക്കലും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് ഈ ഒരു ദർശനത്തിലേക്ക് നമുക്ക് നീങ്ങുവാനായിട്ട് ഇടയാകണം. അങ്ങനെ നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ കുരിശിൽ വെളിപ്പെട്ട ആത്മീയത സ്നേഹത്തിൻ്റെ ആത്മീയതമാണ്. സ്നേഹത്തിൽ എല്ലായ്പ്പോഴും കൊടുക്കലേ ഉള്ളൂ, നമുക്കറിയാം. അതിലൊരിക്കലും നേടലില്ല. അത് സ്വയം മറക്കുന്നതും അവരനെ സഹോദരനെ ഓർക്കുകയും ചെയ്യുന്നതാണ്. സ്നേഹം എല്ലായ്പ്പോഴും അഹങ്കാരമുക്തിയാണല്ലോ. സ്നേഹം സഹോദരന് എന്നേക്കാൾ പ്രാധാന്യം നൽകിയുള്ള ശ്രദ്ധയുടെ പേരാണ് സ്നേഹമെന്ന് പറയുന്നത്. ദൈവസ്നേഹം
പരസ്നേഹത്തിൻ്റെ ഉത്തരവാദിത്വമായി ഏറ്റെടുക്കുന്നതിനാണ് ഈ കുരിശ് നമ്മളെ എല്ലായ്പ്പോഴും വിളിക്കുന്നത്. അതുകൊണ്ട് ഒരു ക്രൈസ്തവൻ്റെ ആത്മീയതയുടെ കേന്ദ്രം, അന്തസാര സത്ത യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ വെളിപ്പെട്ട ആത്മീയതയാണെങ്കിൽ, ആത്മീയത നമ്മളോട് പറയുന്നു, ഈ സഹോദരൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ സമർപ്പണമാണ്. എന്നെ കൂടുതൽ മറന്ന് അവരെന്നെ കൂടുതൽ ഓർക്കുന്നതായ ഈ ആത്മീയത, ഈ സ്നേഹം അവരനെ നിലനിർത്തുന്നതും ജീവിപ്പിക്കുന്നതുമായ കുരിശിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിന് അതിരുകളില്ല. ആ സ്നേഹത്തിന് വ്യത്യസ്തമായ കാഴ്ചയാണുള്ളത്. ദൈവജനമേ, സ്നേഹത്തിന് ഒരു ഭ്രാന്തുണ്ട്. സ്നേഹത്തിനൊരു ഭ്രാന്തുണ്ട്. അതാരും നശിച്ചു പോകരുതെന്നുള്ള ഒരു ഭ്രാന്താണ്. ആര് നശിച്ചാലും എനിക്ക് ജീവിക്കണമെന്നുള്ള ചിന്തയാണെങ്കിൽ നമ്മളിലൂടെ സാക്ഷ്യം നടക്കുമോ എന്നുള്ളത് സംശയമാണ്. വലിയ തത്വജ്ഞാനങ്ങളൊക്കെ നമുക്ക് നിർത്താം. നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ കൂടെ ഒന്ന് പറയാനായിട്ടിടയാകട്ടെ, ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത് കൊണ്ട് ഞാനൊരു മനുഷ്യനായി. നമ്മുടെയൊക്കെ കൂടെ കൂടി ഉള്ള മനുഷ്യത്വം കൂടെ നഷ്ടപ്പെടുന്ന ഒരു ലോകത്തിലാണോ, അതോ നമ്മുടെ കൂടെ കൂടി ഒരു മനുഷ്യനായി എന്ന് പറയിക്കുന്നതാണോ? ഞാൻ പറയാനായിട്ട് ശ്രമിച്ച കാര്യങ്ങൾ ഒറ്റ തന്തു മാത്രമാണ്. നമ്മുടെ സൗകര്യപ്രദമായ ദൈവങ്ങളെ, നമ്മളെ നിത്യമായി നശിപ്പിക്കുന്ന ഈ അദൈവങ്ങളെ, ഈ മാമോൻ സൃഷ്ടിക്കുന്നതായ ദൈവങ്ങളെ നമുക്ക് കൊന്നുമൂടി യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു നന്മയുടെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന, എന്നാൽ ആത്യന്തികമായി നിത്യതയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നതിന്, ഒരാത്മീയ പേറുന്നതിന് നമുക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം ആ വലിയ ദർശനത്തോടുകൂടെ പോകുവാൻ നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ ഉപേക്ഷിക്കേണ്ടുന്നതായ കാളക്കുട്ടികളെ ഉപേക്ഷിച്ച് നമ്മൾ സ്വീകരിക്കേണ്ടുന്നതായ ദൈവത്തിൻ്റെ ജീവനുള്ള ചൈതന്യമുള്ള അനുഭവത്തിലേക്ക് വളരുന്നതിന് സഹായിക്കുകയും ചെയ്യട്ടെ.